സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ എങ്ങനെ സാധ്യമാക്കാം എന്നൊരു ചെറിയൊരു അറിവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ സ്പാർക്കിൻ്റെ ഇൻഡിവിജ്വൽ ലോഗിനിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ നമ്മുടെ ഡ്രോൺ സാലറി കണക്കാക്കിയെടുക്കുക എന്ന ആവശ്യം എല്ലാവർക്കും വരാറുണ്ട്. ഇത്തരം അവസരത്തിൽ സ്പാർക്കിൻ്റെ ഇൻഡിവിജ്വൽ ലോഗിൻ വളരെ ഉപകാരപ്രദമാണ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലോഗിനിലേക്ക് പോകുന്നതെന്ന് നോക്കിയാലോ. സെർച്ച് ബാറിൽ spark.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. സ്പാർക്കിൻ്റെ ഹോം പേജാണ് ഓപ്പണായി വരുന്നത്. അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന പേജിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുണ്ടെങ്കിലും ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതിനായി താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്നും നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ യെറ്റ് രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ കൊടുക്കാം. തുറന്നു വരുന്ന പേജിൽ ഓരോ ജീവനക്കാരനുമുള്ള ഒഫീഷ്യൽ ID നമ്പറായിട്ടുള്ള പെർമനൻ്റ് എംപ്ലോയി നമ്പർ, അതായത് പെൻ നൽകുന്നു. അടുത്ത കോളങ്ങളിൽ സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്ത പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇവ നൽകാം. നമ്മുടെ ഓഫീസ് മേധാവി ഓരോ ജീവനക്കാരൻ്റെയും സ്പാർക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ആധാർ നമ്പർ സ്പാർക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആധാറിലെ പേരും സർവീസ് ബുക്കിലെ പേരും ഒരുപോലെ ആയിരിക്കണം വരേണ്ടതെന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അതായത് സർവീസ് ബുക്കിലെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കണം ആധാറിലെ പേരും. അങ്ങനെയല്ല എങ്കിൽ ആധാറിലെ പേര് സർവീസ് ബുക്കിലെ പേര് പോലെ ആക്കി ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഒരു മാർഗം. അടുത്തതായി സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ നമ്പർ ഇപ്പോൾ ഉപയോഗത്തിലില്ല എങ്കിൽ നമ്മളുടെ നമ്പർ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തു തരാൻ ഓഫീസ് മേധാവിയോട് നമുക്ക് ആവശ്യപ്പെടാം. അടുത്ത കോളത്തിൽ സ്പാർക്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള മെയിൽ ID കൊടുക്കണം. ഇതും നമ്മുടെ ആവശ്യപ്രകാരം ഓഫീസ് മേധാവിക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനാൽ ഇൻഡിവിജ്വൽ ലോഗിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി ആധാർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഈ അപ്ഡേഷന് സാധ്യമാകുന്നത് നമ്മുടെ ഓഫീസ് മേധാവിക്കാണ്. ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ സൂചിപ്പിച്ച പോലെ 8 മുതൽ 15 വരെയുള്ള ക്യാരക്ടേഴ്സാണ് പാസ്വേഡിൽ ഉണ്ടാകേണ്ടത്. കൂടാതെ ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് എന്നിവ മാത്രം ഉൾപ്പെടുത്തി ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്തും ഈ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്യുന്നു. താഴെ വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് സ്പാർക്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നെറ്റ് കണക്ഷൻ്റെയോ മറ്റോ പരിമിതി മൂലം ചില സമയങ്ങളിൽ OTP ലഭിച്ചില്ല എങ്കിൽ നെറ്റ് കണക്ഷൻ ഉറപ്പാക്കിയ ശേഷം റീജനറേറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന OTP താഴെയുള്ള കോളത്തിൽ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം. നമ്മുടെ ഡീറ്റെയിൽസും പാസ്വേഡും കൊടുത്ത് വെരിഫൈ ചെയ്യുമ്പോൾ നെയിം ഡസ് നോട്ട് മാച്ച് എന്നോ മറ്റോ ആണ് മെസ്സേജ് വരുന്നതെങ്കിൽ മുൻ സൂചിപ്പിച്ച പോലെ ആധാറിലെയും സർവീസ് ബുക്കിലെയും പേരുകൾ വ്യത്യസ്തമാണ് എന്ന് വേണം കരുതാൻ. ഈ 2 പേരുകളും ഒരുപോലെ ആയാൽ മാത്രമേ ഇൻഡിവിജ്വൽ ലോഗിൻ സാധ്യമാകൂ. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നാണെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നർത്ഥം. തുടർന്നുള്ള ലോഗിൻ സാധ്യമാകുന്നത് 30 മിനിറ്റിന് ശേഷമാണ് എന്നുള്ള മെസ്സേജും വരും. OK കൊടുത്ത് ആ പേജിൽ നിന്നും ലീവാകുന്നു. 30 മിനിറ്റിന് ശേഷം സ്പാർക്ക് ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ ID ആയി എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ പെന്നും രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത പാസ്വേഡുമാണ്. അതിന് താഴെയുള്ള ക്യാപ്ച കോളവും ഫില്ല് ചെയ്ത് സൈൻ ഇൻ കൊടുക്കാം. ഓപ്പണായി വരുന്ന പേജിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് കാണാം. കറൻറ്റ് പാസ്വേഡായി രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത പാസ്വേഡ് നൽകുന്നു. ന്യൂ പാസ്വേഡ് കൊടുക്കുമ്പോൾ മുമ്പ് കൊടുത്തതിൽ നിന്നും വ്യത്യസ്തമായി ആൽഫബറ്റ്സും അതിൻ്റെ കൂടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പറുകളും ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം സ്പാർക്ക് നമുക്ക് തരുന്നുണ്ട്.
അതനുസരിച്ചുണ്ടാക്കുന്ന പാസ്വേഡ് കൺഫേം പാസ്വേഡിലും നൽകുന്നു. ഓരോ പാസ്വേഡ് ഉണ്ടാക്കുമ്പോഴും പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതി സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. കൺഫേം കൊടുക്കുന്നു. പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അതിന് താഴെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ യൂസർ ഐ ഡി നമ്മുടെ പെന്നും റീസെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ് നൽകി ക്യാപ്ചയും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുന്നു. സ്പാർക്കിൻ്റെ ഹോം പേജിലാണ് നമ്മൾ എത്തിച്ചേരുക. ഒരുപാട് സൗകര്യങ്ങൾ ഇതിൽ ലഭ്യമാണ്. ലഭ്യമായ സൗകര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം ഓഫീസ് മേധാവിക്ക് മാത്രമാണുള്ളത്. ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് എന്ന മെനുവിൽ നിന്ന് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും. ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുന്നു. ശേഷം പ്രൊസീഡ് കൊടുക്കുന്നു. സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ്സിൽ നിന്നും നമുക്ക് ലഭിക്കും. ഉപയോഗം കഴിഞ്ഞാൽ സുരക്ഷയ്ക്ക് വേണ്ടി സ്പാർക്ക് പേജിൽ നിന്നും സൈൻ ഔട്ട് നൽകി പുറത്തു കടക്കാം. സ്പാർക്കുമായി ബന്ധപ്പെട്ട ഈ അറിവ് എല്ലാവർക്കും ഉപകരിച്ചു എന്ന് കരുതട്ടെ.